കേരളത്തിൽ മുമ്പ് ഒരിക്കലുമില്ലാത്ത സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നേരെ എത്രയോ നാളുകളായി ഇത്തരം പ്രചരണം നടത്തുകയാണ്. ജനപക്ഷ ഗവൺമെന്റിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള, ഇടതുപക്ഷ ബദലിനെ തകർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ നീക്കമാണ് നടത്തുന്നത്. പ്രതിപക്ഷ നേതാവ് തീർച്ചയായിട്ടും ഈ പ്രചരണം പ്രതിപക്ഷ നേതാവ് നിരന്തരമായി ജാഥ നടത്തി നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ നുണകൾ ഓരോ ഘട്ടത്തിലും പൊളിഞ്ഞ് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നു. ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. നിങ്ങളിപ്പോ വരുമ്പോ ഇവിടെ കാണുന്നുണ്ട്, ഞാനിപ്പം ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ്. നമ്മുടെ ചെറുപ്പക്കാരികളായിട്ടുള്ള PSC ഉദ്യോഗാർത്ഥികൾ ലഡുവായിട്ട് വന്ന് നിൽക്കുകയാണ്. അവര് വന്ന് നിൽക്കുന്നത് പ്രായപരിധി 40 വയസ്സാക്കി മാറ്റിയതിലുള്ള സന്തോഷത്തിന്റെ ഭാഗമായി വരികയാണ്. അപ്പൊ ഇങ്ങനെ കുട്ടികൾ, സ്ത്രീകൾ, നമ്മുടെ നാട്ടിലെ ചെറുപ്പം എല്ലാവരും ഈ ഗവൺമെന്റിനൊപ്പം നിൽക്കുന്നു. അപ്പോൾ ഈ ഗവൺമെന്റിനെ തകർക്കണം, അതിന് എല്ലാ തരത്തിലുമുള്ള നുണപ്രചരണം നടത്തുന്നു. മുഖ്യമന്ത്രി മുതൽ വളരെ സാധാരണക്കാരായ പ്രവർത്തകരെ വരെ ആക്രമിക്കുന്നു. ബംഗാളിലും മറ്റിടങ്ങളിലുമൊക്കെ നമ്മൾ കണ്ടതുപോലെ കയറി വന്നങ്ങ് കയ്യേറ്റം ചെയ്യുകയാണ്, മർദ്ദിക്കുകയാണ്. ഇതെങ്ങനെ അംഗീകരിക്കാൻ കഴിയും? അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും. ആ പ്രതിഷേധങ്ങളിൽ സ്വാഭാവികമായ ഏതെങ്കിലും തരത്തിലുള്ള വൈകാരിക പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ അതൊക്കെ തിരുത്താനും സ്ത്രീപക്ഷ പുരോഗമന രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് SFI കാലം മുതൽ നിന്നിട്ടുള്ളത്. എല്ലാ കാലത്തും മരണം വരെ അത് തുടർന്നുകൊണ്ടുപോകും.